സർക്കാർ ജോലിക്കാർക്ക് ഉള്ള എഡ്യൂക്കേഷണൽ ബാക്കപ്പ് എങ്ങനെയാണ്? അതായത് അവര് എഡ്യൂക്കേറ്റഡ് അല്ലേ? അല്ല, അവരൊന്നും അധികം എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പൊ ഈ സർക്കാരിന് കേന്ദ്ര ഭരണ പ്രദേശമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ കേന്ദ്ര ഭരണ പ്രദേശത്ത് കേന്ദ്ര ഗവൺമെന്റ് നന്നായിട്ട് ഫണ്ടിങ് സാധാരണ കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഫണ്ട് വേണ്ട പോലെ ഈ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല, അത് ഇടനിലക്കാരിൽ വെച്ച് അവസാനിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? അങ്ങനെ അവസാനിക്കുക ചെയ്യുന്നത് ചെല്ലുന്നില്ല. ഞാനൊരു വില്ലേജിൽ ഒരു ഗവൺമെന്റ് വെറ്റിനറി ഡോക്ടറിനെ കൊണ്ടുപോവാണ്. ഒരു വില്ലേജിലേക്ക് പോണ വഴിക്ക് ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ നടക്കാൻ സിസ്റ്റർ എന്ന് പറഞ്ഞു. കാരണം ഈ വണ്ടി വളഞ്ഞും ഇങ്ങനെ പോകുക. ഡോക്ടറിന് പേടിയായി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ പേടിക്കണ്ട, ഞാനിരിക്കുന്നുണ്ട്, ഞാൻ മുമ്പിലിരിക്കണം, ഡോക്ടറെ പെരയിലിരുത്തേക്കണം. ഞാൻ മുമ്പിലിരിക്കുന്നത് പേടിക്കാണ്ടിരിക്കാൻ അയാളെ പെരയിലിരുത്തി. ഞാൻ പറഞ്ഞു, ഞാനുണ്ട്, എൻ്റെ ഡ്രൈവറിനെ വിശ്വസിക്കുക, ഡോക്ടർ ഇരുന്നു എന്ന് പറഞ്ഞു. അയാൾക്ക് ഭയങ്കര പേടി, അതുപോലത്തെ റോഡാ. അയാളൊന്നും മലയാണോ? മല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ താഴെ പോകും. അപ്പൊ പേടിച്ചിട്ട് അപ്പൊ അയാൾക്ക് പേടി. അപ്പൊ അവിടെയൊക്കെ ആ ഡോക്ടറൊക്കെ പോണ്ടതാ, അയാളുടെ ഏരിയ. അയാളൊന്നും ആ സ്ഥലത്ത് ഒരിക്കലും പോയിട്ടില്ല. അവരെങ്ങനെ പോകും? റോഡില്ലാത്തതുകൊണ്ട് എങ്ങനെ നടക്കും? എങ്ങനെ അവർക്ക് അവരുടെ വാഹനം, നല്ല വാഹനങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അത് പോകുകയില്ല. അപ്പൊ ഈ സർക്കാരിന്റെ ഫണ്ട്, ഇപ്പൊ സിസ്റ്റർ തന്നെ ഇപ്പൊ ഒരു വാട്ടർ ഷെഡ് പ്രോജക്റ്റ് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് സർക്കാരിൽ നിന്ന് എത്ര രൂപയാണ് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇപ്പൊ എന്റെ ചെന്നി മാൻസറിൽ 1,54,00,000 പ്രോജക്റ്റാണ് ചെന്നി മാൻസർ വാട്ടർ ഷെഡ്. മറ്റതും അബൌട്ട് 1,27,00,000 ആദ്യത്തെ പ്രോജക്റ്റ്. ഈ ടോട്ടൽ പ്രോജക്റ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന പ്രോജക്റ്റ്, അതുപോലെ തന്നെ പണം നിങ്ങൾക്ക് അവിടെ വിനിയോഗിക്കാനായിട്ട് ലഭിക്കുന്നുണ്ടോ? മുഴുവൻ തരും. നബാർഡിന്റെ അല്ലോ, 6 മാസം കൂടുമ്പോൾ നമ്മളെ അവർ പൈസ തന്നു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ റിപ്പോർട്ടും കൊടുത്തു കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ അടുത്തത് റിലീസ് ചെയ്യുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെപ്പോലെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഒരു കാത്തലിക് സംഘടന, ഒരു ക്രിസ്ത്യൻ സംഘടനയാണ് അല്ലേ, വേറെ രീതിയിൽ പറഞ്ഞ ക്രിസ്ത്യൻ സംഘടനയാണ്, അതേപോലെ മറ്റേതെങ്കിലും സംഘടനകൾ, ഗവൺമെന്റ് സംഘടനകളോ ഗവൺമെന്റ് ഇതര സംഘടനകളോ ഇത്തരത്തിലുള്ള NGOs ഇത്തരത്തിലുള്ള വലിയ ടാസ്ക് ടേക്കപ്പ് ചെയ്ത് ഈ ഗ്രാമ നവോദ്ധാരണത്തിന് വേണ്ടി ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? അവരുടെ സമയവും അവരുടെ മാൻ പവർ, അതല്ലാതെ എന്താണ് പണം, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സംഘടനയുടെ ശേഷി, അങ്ങനെ എന്തെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ സംഘടനകൾ, മതവിഭാഗങ്ങളോ സംഘടനകളോ ചാരിറ്റി സൊസൈറ്റീസോ അങ്ങനെ എന്തെങ്കിലും വേറെ സംഘടനകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത്രയും റിസ്ക് എടുത്ത് വേറെ ആരും തന്നെ ചെയ്യുന്നില്ല. ഇപ്പം നബാർഡിൽ വേറെ NGOs ഉണ്ട്, അവരൊക്കെ വേറെ അത് ചെയ്യണം. നമുക്കിങ്ങനെ എന്നും തന്നെ നബാർഡിൻ്റെ ബെസ്റ്റ് NGO അവാർഡ് നമുക്ക് എപ്പോഴും കിട്ടണത്. പിന്നെ ഇപ്പോൾ ഒരു NGO വന്നിട്ടുണ്ട് വാട്ടർ ഷെഡ് തുടങ്ങാനായിട്ട്. ബീഹാറിൽ നിന്ന് ശാരദ എന്ന് പറഞ്ഞൊരു NGO വന്ന് 2 വാട്ടർ ഷെഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു എണ്ണം തുടങ്ങി, അടുത്ത് അവരെ കൊണ്ടുവന്നതാ. ഇവിടെ ആരും ചെയ്യാനില്ല, ഞാൻ മാത്രം സിസ്റ്ററുള്ളൂ. പിന്നെ ബാക്കി എൻ്റെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ സിസ്റ്ററിന്റെ ഒപ്പം നിങ്ങളവിടെ പ്രൊവിൻസിൽ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? ഞങ്ങൾ 226. സിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ സോഷ്യൽ സർവീസിന്റെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള മറ്റാളുകൾ ആ വഴിയിൽ വരുന്നുണ്ടോ? 5 പേരുണ്ട്. ഞങ്ങള് MSW കഴിഞ്ഞ 5 പേരുണ്ട്. പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യും. സിസ്റ്ററിന്റെ സ്ഥലത്ത് സിസ്റ്റർ മതി. അപ്പൊ വേറെ ആൾക്കാരെ വെച്ച് ഞങ്ങക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വേറെ ആൾക്കാരെ വെച്ച് ചെയ്തോ. പിന്നെ എന്ത് കാര്യത്തിനും പ്രൊവിൻസിൽ നിന്ന് ഫുൾ സപ്പോർട്ടാ. എന്ത് ചെയ്യാനും, എവിടെ പോകാനും, തനിച്ചു പോകാനും, എല്ലാം ചെയ്യാനും ഫുൾ. അതെ, നിങ്ങള് ഇപ്പൊ സാധാരണ സിസ്റ്റേഴ്സ് ഒക്കെ സഞ്ചരിക്കുമ്പോ 2 പേര് ഒക്കെയാണല്ലോ എപ്പോഴും സഞ്ചരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്നുമില്ല? ഇല്ല, തനിച്ചു പോണ. നമ്മുടെ പ്രൊവിൻഷ്യാളം ആരാണെന്ന് പറഞ്ഞേ? സ്മിത. നമുക്ക് സിസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിച്ചോ, എങ്ങനെയുണ്ട് ഈ ഒരു അല്ലേ? പ്രിയപ്പെട്ട സിസ്റ്റർ പ്രൊവിൻഷ്യൽ സ്മിത, നമ്മുടെ ജയ സിസ്റ്ററുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുഡ്നെസ് TVയുടെ സ്നേഹം സഹനം സന്യാസം എന്ന പരിപാടിയിൽ. വളരെ അത്ഭുതകരമായ സാമൂഹ്യ നവോത്ഥാന കർമ്മങ്ങൾ CMC സഭയുടെ സാമൂഹ്യ സേവന ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തുന്നതായിട്ട് മനസ്സിലാവുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഇടങ്ങളിൽ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ പ്രൊവിൻഷ്യൽ എന്നുള്ള രീതിയിൽ സിസ്റ്ററിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇങ്ങനെ സിസ്റ്റേഴ്സിനെ തനിച്ച് സാമൂഹ്യ സേവനത്തിനായിട്ട്, സമൂഹത്തിന്റെ നവോത്ഥാനത്തിനായിട്ട് വിടുമ്പോൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഈ ജനത്തെ എങ്ങനെ വിശ്വസിക്കുന്നു? എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? 19ാം നൂറ്റാണ്ടിൽ ചാവറയച്ചൻ കേരളത്തിൽ സമാരംഭിച്ച സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് CMC പുഷ്പാരാം പ്രോവിൻസ് നോർത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ
സേവനം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സിസ്റ്റർ ജയ ജമ്മുവിൽ സേവനം ചെയ്യുന്നത്. സിസ്റ്റർ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും പ്രൊവിൻഷ്യൽ കൗൺസിലിന്റെ അനുവാദത്തോടും അറിവോടും കൂടിയാണ്. ഒരു സിസ്റ്റർ എന്ന നിലയിൽ അവർ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെയും അവിടെയുള്ള സുപ്പീരിയറിൻ്റെയും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് സിസ്റ്റേഴ്സിൻ്റെയും സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലറിൻ്റെയും ആലോചനയും പിന്തുണയും സിസ്റ്റർ ജയയോടൊപ്പമുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ ജയയെ ഒറ്റയ്ക്ക് വിടുന്നു എന്ന ഉത്കണ്ഠ ഞങ്ങൾക്കില്ല. അവിടെ പ്രതിസന്ധികളുണ്ട്, ചലഞ്ചസ് ഉണ്ട്, റിസ്കുകളുണ്ട്. എന്നാലും സിസ്റ്റർ തനിച്ചല്ല. ഒന്നാമതായി ദൈവത്തിന്റെ കയ്യൊപ്പ് സിസ്റ്ററിനോടൊപ്പമുണ്ട്. കൂടാതെ സിസ്റ്റർ ജയയ്ക്ക് ചുറ്റും ഒരു പറ്റം ജനങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, യുവജനം, ജനനേതാക്കൾ. തന്റെ കഴിവിൽ ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ കണ്ണും നട്ടാണ് ഓരോ ദിവസവും സിസ്റ്റർ ജയ ഇറങ്ങിത്തിരിക്കുന്നത്. സിസ്റ്റർ ജയയുടേത് ഒരു ജനപങ്കാളിത്ത ശൈലിയാണ്. പാർട്ടിസിപ്പേറ്ററി ഓർ കൊളാബറേറ്റീവ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് എന്ന് വേണമെങ്കിൽ പറയാം. താൻ ഒറ്റയ്ക്ക് നേടിയെടുക്കുന്ന നേട്ടങ്ങളല്ല, മറിച്ച് ജനശക്തിയും പ്രത്യേകിച്ച് സ്ത്രീ ശക്തിയും ഉജ്ജ്വലിപ്പിക്കുന്ന ശൈലി. ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ സ്ഥിതികളെ ബോധ്യപ്പെടുത്തി അവരുടെ സംഘടനാശേഷി, നേതൃത്വശേഷി, സമാരംഭശേഷി ഉണർത്തി അവരെ സമുദ്ധരിക്കുകയും സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന നൂതന മാർഗങ്ങൾ കണ്ടെത്തി അവരെ കർമ്മോത്സുരാക്കുകയുമാണ് സിസ്റ്റർ ചെയ്യുന്നത്. ഇത് അവരുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലും സംരംഭങ്ങളിലും ഏവർക്കും കാണുവാൻ സാധിക്കും. സിസ്റ്റർ ജയയുടെ പ്രവർത്തനങ്ങൾ ജനനേതാക്കൾക്കും മതനേതാക്കൾക്കും ഗ്രാമവാസികൾക്കും പ്രത്യേകിച്ച് CMC സഭയ്ക്കും അഭിമാനകരവും അഭിനന്ദനാർഹവുമാണ്. സിസ്റ്ററിന് ഏതെങ്കിലും രീതിയിൽ സാമൂഹികമായ മേഖലകളിലോ വ്യക്തിപരമായിട്ടോ ഈ ഒരു യാത്രകൾക്കിടയിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്? സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഇടങ്ങളാണ്. അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ജീവന ഭീഷണിയോ അല്ല മറ്റേതെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 1998 തന്നെ ആ സമയങ്ങളിൽ ഒത്തിരി കാസ്റ്റീസം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ പോയി മിഠായി കൊടുത്തതിന് ഞങ്ങളെ ഒരു മുറിയിലിട്ട് വാതിലടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സർപ്പഞ്ചും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ, ഞങ്ങളുടെ അനിമേറ്റർ ആ വില്ലേജിൽ തന്നെയാണ്, അവൾ വന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. അത് ഒരു ഈയിടെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രൊൻഷാളമ്മയൊക്കെ ഒത്തിരി ടെൻഷനിലായി. ഞാൻ ഈ വില്ലേജുകളിൽ ജോലി ചെയ്യുമ്പോൾ ഈ കണ്ടത്തിന് വരമ്പൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, വരമ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വരമ്പ് എൻ്റെ വരമ്പിൽ എനിക്ക് എൻ്റെ കണ്ടത്തിൽ വരമ്പ് ഉണ്ടാക്കിയാൽ എനിക്ക് പൈസ കിട്ടും. നബാഡിൽ നിന്ന് പൈസ കൊടുക്കും. നമ്മൾ അളന്ന് നോക്കിയിട്ട് അവരുടെ പൈസ കൊടുക്കും, അവർക്ക് കൂലി കിട്ടും. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്ന ബാങ്കിൽ കൂടെയാണ്, കയ്യിൽ ആർക്കും പൈസ കൊടുക്കില്ല, ഒക്കെ ബാങ്കിൽ കൂടെ. ഞാൻ ഈ ബാങ്കിൽ രാവിലെ 11 മണി തുടങ്ങി വില്ലേജിൽ മലകൾ കയറി ഇറങ്ങി മടുത്ത് 2:30 ആയപ്പോൾ ബാങ്കിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ പോയി പൈസ ഇടാനായിട്ട് അന്ന് ഞാൻ തന്നെ പോയത്. എൻ്റെ കൂട്ടത്തിലുള്ള പയ്യന്മാരുണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണ്. ഡ്രൈവറുണ്ട്, പിന്നെ എൻ്റെ കൂടെ വില്ലേജിലെ സർപ്പഞ്ചും വില്ലേജിലെ സൂപ്പർവൈസറും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവർ രണ്ടുപേരുടെയും കൂടെ ഞാൻ ബാങ്കിൽ പോയി പൈസ ഇട്ടിട്ട് തിരിച്ചു വന്ന വഴി 3 പയ്യന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. സാമ്പയിന്ന്. ഞാൻ വളരെ ചെയ്തിട്ട് സാമ്പയിന്ന്. നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഒരു പന്തികേട് ഇവരുടെ സംസാരം, ഇവർ ഈ മൊബൈലും പിടിച്ചു. ഞാൻ തിരിച്ച് ബാങ്കിലേക്ക് ഒന്നും അറിയാത്ത പോലെ ബാങ്കിൽ പോയി അവരെയും കൂട്ടി തിരിച്ചു വന്നപ്പോൾ ഇവർ പിന്നും എന്നോട് എൻ്റെ പിറകെ വന്നുകൊണ്ട് നിൽക്കുന്നു പറഞ്ഞ് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു ഇവരോട് ചോദിച്ചോളാൻ പറഞ്ഞു. ഈ എൻ്റെ പിറകെ വന്നടിച്ചു. ഞാൻ വേഗം വണ്ടി കയറി ഡോറടച്ചിട്ട് ഡോറ് തുറന്ന് പുറത്തെടുക്കാൻ പറഞ്ഞു. ഞാൻ പുറത്ത് കിടക്കില്ല, ഡോറിൽ നിന്ന് കൈ എടുക്കാൻ പറഞ്ഞു. അതായത് ഞാൻ അവിടെ ഇരുന്നിട്ട് അവരെന്നെ കുറേ ക്വസ്റ്റ്യൻ ID കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഒത്തിരി ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ആധാർ കാർഡ് എടുത്ത് കാണിച്ചു. ഞങ്ങൾക്ക് അതല്ല കാണേണ്ടത്, നീ ഇവിടെ വന്നെ എന്ത് ഇതിലാണ് നീ ഇവിടെ വന്നേന്നൊക്കെ കഴിയും, നിനക്ക് പൈസ എവിടെ നിന്ന് കിട്ടുന്നു, നീ പൈസ ബാങ്കിൽ ഇട്ട് കൊടുത്ത് നീ ക്രിസ്ത്യാനിയാക്കാണ്, അത് ഞങ്ങൾക്ക് ഇപ്പം അറിയണം, ഇത് ഇപ്പം തന്നെ വാങ്ങിച്ചു തരണം, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ഒച്ചയെടുത്തു. 3 പേര് തുടങ്ങിയത് 10-200 പേരായി ചുറ്റുപാടും, വണ്ടിയുടെ ചുറ്റും.
ഒരു സ്ത്രീ ഇവിടുന്ന് എവിടുന്നോ വന്ന ഒരു സ്ത്രീ ഇപ്പുറത്ത് ഡ്രൈവറിൻ്റെ അപ്പുറത്ത്. എൻ്റെ ഡ്രൈവർ രാജപുത്താണ്, നല്ല തൻ്റെ ഇടമൊക്കെ ഉള്ളവനാ, എല്ലായിടത്തും എൻ്റെ കൂടെ നടക്കണവന്, ബോഡി ഗാർഡ് എന്ന് പോലെയും ഫോട്ടോഗ്രാഫറായിട്ട് എല്ലാം തന്നെ. അവനും പെട്ടെന്ന് ഷോക്കായി. ഇപ്പോൾ അവനിങ്ങനെ ഇരുന്ന് ഉറങ്ങായിരുന്നു. ഇത് ഞാൻ വന്ന് വണ്ടി കയറി വാതിലടച്ച് ഈ ആൾക്കാരെല്ലാം കൂടുമ്പോൾ അവനും പെട്ടെന്ന് ഷോക്കായി കഴിഞ്ഞിട്ട് അവനിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വന്നിട്ടുണ്ട്, സിസ്റ്റർ ജി മേ ആപ്ക സാത്ത് ഡർനാനേ എന്ന് പറഞ്ഞു ഈ സ്ത്രീ. അപ്പം എനിക്ക് ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നി. ആരാണോ ഈ മാതാവാണോ ആർക്കെന്ന് അറിയത്തില്ല. ആ സ്ത്രീ അവിടെ നിന്ന് ഈ മനുഷ്യന്മാർ ഒത്തിരി ഒച്ചയെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കുറച്ച് ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു, എടാ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു, അവനോട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു ഇവർ ഒച്ചയെടുക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് സർപ്പഞ്ച് അതിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്പഞ്ചിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കി 3 പ്രാവശ്യം എൻ്റെ ഓഫീസിൽ, 1 പ്രാവശ്യം DDMൻ്റെ ഓഫീസിൽ എന്നെ കൊണ്ട് നീ പോയി, 4 പ്രാവശ്യം വന്നതിന് ശേഷം നിൻ്റെ വില്ലേജിൽ ജോലി ആരംഭിച്ചു. ഞാൻ ഇന്ന് 11 മണി വരെ വില്ലേജിലെല്ലാം നടന്നു കഴിഞ്ഞ് വന്ന് മടുത്ത് വന്നിരിക്കുകയാണ്. ഇവരെന്നെ അരമണിക്കൂറായി എന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് എന്നെ ഒത്തിരി ചീത്ത വിളിച്ച് എന്നെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. അയാൾ പറഞ്ഞു എന്താ കാര്യം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനാണ് സിസ്റ്ററിനെ കൊണ്ടുവന്നത്, നമുക്കിടെ ഡെവലപ്മെൻറ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് സിസ്റ്റർ വന്നേക്കണേ. സിസ്റ്റർ ഇന്ന് വരെ ആരെയും ക്രിസ്ത്യാനി ആക്കിയിട്ടില്ല, ഞാൻ ക്രിസ്ത്യാനി ആയാലും നിനക്കെന്താ, സിസ്റ്റർ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ എല്ലാ റെക്കോർഡും ഇപ്പം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് കാണണമെങ്കിൽ ഓഫീസിൽ വായോ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു സർപ്പഞ്ചിനോട്, നീ ഇതിന് സമാധാനം ഉണ്ടാക്കി എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സർപ്പഞ്ച് അവരോട് പറഞ്ഞു, അടുത്ത ആഴ്ച നിങ്ങളെ വിളിച്ച് എല്ലാം കാണിക്കാം, ഇന്ന് സിസ്റ്റർ പോട്ടേന്ന്. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി കുറേ ഇങ്ങനെ എല്ലാം ഒച്ചയെടുത്തു. അത് കഴിഞ്ഞ് വണ്ടി വിട്ടപ്പോൾ എനിക്ക് പേടി. എനിക്ക് അത്ര നേരം ഒരു പേടി ഉണ്ടല്ലോ, വണ്ടി വിട്ടപ്പോൾ എനിക്കൊരു പേടി. ഞാൻ സർപ്പഞ്ചിനോട് പറഞ്ഞു വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡ്രൈവർ ഓൾറെഡി നബാർഡിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. മൊബൈൽ റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലമാണോ? അവിടെ ഉണ്ട്. അവിടെ ഒരു സിറ്റിയാ, ഒരു ചെറിയ കടയോ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷൻ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. 2 പേരെ കയറ്റി കൊടുത്തി കൊണ്ടുവന്നു. പൊക്കോളാൻ ഞാൻ തിരിച്ചു പോന്നു. ഇച്ചിരിയുടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ശാന്തമായി കഴിയുമ്പോൾ ഞാൻ എൻ്റെ മഠത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, കരച്ചിലൊക്കെ. ഞാൻ കരഞ്ഞും പറഞ്ഞു, എന്നെ ഇങ്ങനെ ആൾക്കാർ 1 മണിക്കൂർ ഇങ്ങനെ വെച്ച് ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഡ്രൈവറിന് ഇനി സിസ്റ്റർ ഇപ്പോൾ പോകേണ്ട, സിസ്റ്റർ ഭക്ഷണം കഴിക്കും നിർബന്ധിച്ച് അവൻ ടിഫിൻ തുറന്ന് തന്നു. മീൻസ് അവനും ഭയങ്കര വിഷമമായി, ഇത്രയും സിസ്റ്റർ ഇങ്ങനെ കേട്ടില്ലേ എന്ന് ഓർത്തിട്ട് മിണ്ടാണ്ടിരുന്നെല്ലാം കേട്ടു. കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ നബാർഡിലേക്ക് ഫോൺ ചെയ്തു. അയാൾക്കും ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞ് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രൊൻഷാളമ്മയ്ക്ക് വിളിച്ചു, ബിഷപ്പിന് വിളിച്ചു, ഇങ്ങനെ എല്ലാം സംഭവിച്ചു. അപ്പോൾ പ്രൊൻഷാളമ്മ പറഞ്ഞ് ഇത് DC-യോട് ഒക്കെ പറയാൻ പറഞ്ഞു. ബിഷപ്പും പറഞ്ഞു ഇത് DC-യോട് SSP-യോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൊൻഷാളമ്മ പറഞ്ഞു അഡ്വക്കേറ്റിനോട് എഴുതിച്ചു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് സിസ്റ്ററിനോട് വിളിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ DC-യുടെ അടുത്ത് പോയി. DC-യുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഈ കൂടി നിന്ന ചെറുക്കന്മാരുടെ പേരൊക്കെ ചോദിച്ചത് ഇവരറിഞ്ഞു. ഇവർ ഫോൺ ചെയ്തു DC-ക്ക്, ഈ സിസ്റ്റർ പൈസ കൊടുത്ത് ക്രിസ്ത്യാനിയാക്കാണ് ഞങ്ങളുടെ വില്ലേജിൽ വന്ന് അതിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ DC പറഞ്ഞു ആരാന്ന് ചോദിച്ചപ്പോൾ ജയ അങ്ങനെ ചെയ്യൂല, ജയ ഷീ ഈസ് കൊളാബറേറ്റിംഗ് വിത്ത് മീ ഇൻ ഓൾ മൈ വർക്ക്, ഷീ വിൽ നോട്ട് ഡു ലൈക്ക് ദാറ്റ്, യു ഗോ എന്ന് പറഞ്ഞ് അവരെ വിട്ടു. ഞാൻ ചെല്ലുമ്പോൾ DC എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ 2:30 DC-നെ കാണാൻ പറ്റുള്ളൂ. 2:30 പറഞ്ഞു, ഇന്ന് നിനക്കെതിരായിട്ട് വന്നെ, ഞാൻ അവർക്കെതിരായി ഞാനും വന്നേക്കണേന്ന് പറഞ്ഞ് കുഴപ്പമില്ല നീ പൊക്കോ, എന്നാലും നീ പോയി ADC-നെ കാണാൻ പറഞ്ഞു. ADC-നെ കണ്ടപ്പോൾ ADC പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴും അവരിങ്ങനെ എന്തുണ്ടാകും, അപ്പം നീ കെയർഫുൾ ആയിരിക്കണം, എപ്പോഴെങ്കിലും പോകുമ്പോൾ SHO-നെ ഇൻഫോം ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ. അത് കഴിഞ്ഞ് ഞാൻ SSP-ക്ക് കൊടുത്തു. SSP പറഞ്ഞു ഐ വിൽ ടേക്ക് ഇറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ പോന്ന്. പിന്നെ ഇവന്മാർ അങ്ങ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞ് ഈ വില്ലേജുകാർ വിളിച്ചു കൂട്ടി. ഈ പറഞ്ഞ ഞാൻ പോണ വില്ലേജിലെ ആൾക്കാരല്ല, അടുത്ത വില്ലേജുകാരാണ്. അപ്പോൾ അവരെ എല്ലാം അവരുടെ സർപ്പഞ്ചിനെയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോൾ അവർ തെറ്റ് സമ്മതിച്ചു. അവർ വിചാരിച്ചു എന്ന് സിസ്റ്റർ ഇങ്ങനെ പൈസ കൊടുത്തപ്പോൾ സിസ്റ്റർ വേറെ സ്ഥലത്ത് 3-ാമത്തെ സ്ഥലത്താണ് സിസ്റ്റർ വാട്ടർ ഷെഡ് ചെയ്യുന്നത്, സ്വർഗം ഉണ്ടാക്കി നടക്കുകയാണ് സിസ്റ്റർ. അപ്പോൾ ഇത് എവിടെ നിന്നോ പൈസ വരുന്നുണ്ട് പുറത്തുനിന്ന്, ആ പൈസ ഞങ്ങൾക്ക് അറിയണം എവിടെ നിന്നാണ് കിട്ടണേ. അത് ക്രിസ്ത്യാനി ഇതിൻ്റെ തുടക്കമാണ് ഇങ്ങനെ പൈസ കൊടുക്കണത് ഇത് ക്രിസ്ത്യൻ. അത് കഴിഞ്ഞ് അവർ ഒരു മീറ്റിംഗ് കൂടി അവർ മാഫി ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മാഫി ചോദിച്ചു. അവർ വില്ലേജിൽ മാഫി ചോദിച്ചു. എന്നോട് ചോദിക്കാൻ പോയില്ല. ഞാൻ പ്രൊൻഷാളമ്മ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. പിന്നെ നബാർഡിൽ നിന്ന് ഞാൻ CGM-ന് ലെറ്റർ എഴുതി, ഇങ്ങനെയൊക്കെ പ്രശ്നം കാരണം ഞാനിപ്പോൾ വില്ലേജിൽ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ DDM-ഉം SHO-യും വില്ലേജ് പഞ്ചുകളുടെ മീറ്റിംഗ് അവിടെ ഇവന്മാരെ വിളിച്ചു, 6 പേരെയും വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി, സിസ്റ്റർ വന്ന് ജോലി ചെയ്തോട്ടെ, സിസ്റ്റർ ഡെവലപ്മെൻറ്റ് വർക്ക് മാത്രമേ ചെയ്യണുള്ളൂ, ആരും ചെയ്തത് ക്രിസ്ത്യനാക്കിയിട്ടില്ല എന്നുള്ളത് അവർക്ക് പ്രൂഫ് കിട്ടി, വന്നോട്ടെ. ഞാനിപ്പോൾ 2 പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയിൽ, പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന, പിന്നെ സത്യം എപ്പോഴും വിജയിക്കുമല്ലോ, അങ്ങനെ ഒരു സ്ഥലത്ത് ജയിച്ചു. ഇപ്പോൾ ആൾക്കാരുടെ ആക്ഷേപങ്ങൾ കേൾക്കുന്നു, ഇത്രയേറെ ചെയ്തിട്ടും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു, ഇവർ തെറ്റിദ്ധരിക്കുന്നു, എന്നാലും വീണ്ടും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ജീവിതത്തിന്റെ സമർപ്പണം ഇത്ര കരുത്തോടുകൂടി സ്വയം പ്രചോദിപ്പിച്ച് തുടരാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇത് വീട്ടിൽ നിന്ന് കിട്ടിയതാണോ? വീട്ടിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെയൊരു സമർപ്പണത്തിന് വേണ്ടി ഒരുക്കിയത് എന്ന് പറയാം. ഈ ചെറിയവരിൽ ഒരുവിന് നീ ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ തിരുവചനം എപ്പോഴും എനിക്ക് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആരും ചെയ്യാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആരും ചെയ്യാത്ത പ്രവൃത്തികൾ എനിക്ക് ചെയ്യണം, അങ്ങനെ ഒരു ഇതാണ്. എവിടെ എന്ത് ആരും ചെയ്യാൻ പറ്റാണ്ട് കിടക്കണം അവിടെയെല്ലാം എനിക്ക് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര ഇതാണ്. എന്ത് തന്നെ വന്നാലും, കഷ്ടപ്പെട്ടാലും, ഉറങ്ങിയില്ലെങ്കിലും ഭക്ഷിച്ചില്ലെങ്കിലും നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ കളയില്ല. ഒരു സ്ത്രീ എന്നുള്ള രീതിയിലുള്ള പരിമിതികൾ അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്നു? എനിക്ക് എൻ്റെ സഭ, എൻ്റെ പ്രോവിൻസ് ചിന്തിക്കുമ്പോൾ എനിക്ക് 2003 തുടങ്ങി അധികം പേർക്ക് പോലും മൊബൈലില്ല, എനിക്ക് മൊബൈലുണ്ട്. അതിക്ക് മുമ്പ് 98 തുടങ്ങി സിസ്റ്റേഴ്സ് ആർക്കും തന്നെ സ്കൂട്ടറില്ല, എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. എനിക്ക് എവിടെ വേണമെങ്കിലും തനിച്ചു പോകാനും മൊബൈൽ ഉപയോഗിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം. സഭ എന്നെ വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമായതെല്ലാം ഏത് വശത്തേക്ക് തിരിഞ്ഞു നോക്കി എന്ത് ചെയ്യണോ ഒരു തടസ്സവും ഇല്ല, അപ്രീസിയേഷൻ മാത്രം കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും എനിക്ക് ഒത്തിരി അപ്രീസിയേഷന് എല്ലായിടത്തു നിന്നും കിട്ടും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിക്കഴിയുമ്പോൾ വേറെ ഇനിയും ചെയ്യണം, പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണം. പിന്നെ അതുങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എന്തെങ്കിലും ചെയ്ത് അവർ സന്തോഷിക്കുമ്പോൾ, ഇപ്പം ഈ കഴിഞ്ഞ ഹോം നേഴ്സിങ് അത് നമ്മുടെ ജന്മിലൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇങ്ങനെ ഓരോന്നും ദൈവം ഓരോ സമയത്ത് എനിക്ക് ഓരോന്നും ഇങ്ങനെ ഓരോ ഇത് തരും, പുതിയതായിട്ടുള്ളൊരു ചിന്താഗതിയൊക്കെ തരും. അപ്പോൾ ഹോം നേഴ്സ് നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട്, അവിടെ തുടങ്ങി. അതിനകത്ത് ഇത് പിള്ളേർ ജോലി ചെയ്ത് 45,000 രൂപ മേടിക്കുന്നവരുണ്ട്, 30,000 മേടിക്കുന്നവരുണ്ട്, 6,000 മേടിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ കഥകളും അവരുടെയൊക്കെ ഫോട്ടോസും ഒക്കെ വരുമ്പോഴൊക്കെ ഞാനും ഒരു ആയിരങ്ങളുടെ അമ്മയാണ് എന്നുള്ള ഒരു ബോധ്യം. ഒരിക്കൽ ഗാസിയാബാദിൽ ഞാൻ ഈ കടലാസ് പെറുക്കി നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ തുടങ്ങിയായിരുന്നു. ആ കടലാസ് പഠിക്കുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാഷണൽ ഓപ്പൺ സ്കൂളിൻ്റെ അക്രഡിറ്റേഷനോട് കൂടി 10ാം ക്ലാസ് ഒരു സ്കൂളാണ്. ഒരു ദിവസം ഗാസിയാബാദില് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ 7 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലിൻസിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഞാൻ ഭയങ്കര ഒരു നല്ലൊരു ഇതായിരുന്നു. അപ്പം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ചോദിച്ചു, സിസ്റ്റർ ജയ്ക്ക് എത്ര കുട്ടികളുണ്ട്? അവർ കൊച്ചിനോട് പറയാം, അന്ന് 340 പിള്ളേരാണ് അന്നുള്ളത്, 340 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കൊച്ചിൻ്റെ അമ്മയല്ലല്ലോ, ഞാൻ 340 കുട്ടികളുടെ അമ്മയല്ലേ എന്ന് ഓർത്തുള്ള ആ സന്തോഷം എനിക്ക് ഭയങ്കരമായിരുന്നു. ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 145 കുട്ടികളിൽ തുടങ്ങി 534 കുട്ടികളായപ്പോൾ ഞാൻ 7 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉച്ചഭക്ഷണവും അവർക്കുള്ള യൂണിഫോം അതിനൊക്കെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ യൂണിഫോമൊക്കെ ഉണ്ടാക്കാൻ ഈ കടലാസ് പറക്കി ഇല്ല, ഞാൻ തന്നെ അധ്വാനിച്ച്. എനിക്ക് നേരെ തയ്ക്കാൻ അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യൂണിഫോം മാറിയപ്പോൾ ഞാൻ അതിൻ്റെ ടെൻഡർ എടുത്തു. എൻ്റെ സിസ്റ്റേഴ്സിനെ എന്നെ അറിയാം, ഞാൻ ചെയ്യുമെന്നുള്ളൊരു ബോധ്യമുണ്ട്. ഞാൻ ടെൻഡർ എടുത്ത് 3 ലക്ഷം രൂപ പ്രോവിൻസിൽ നിന്ന് ലോൺ എടുത്ത് 4.5 ലക്ഷം രൂപയുടെ തുണി എടുത്ത് സ്കൂൾ യൂണിഫോം തയ്ച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് കൊടുത്ത് അതിൻ്റെ വരുമാനം കിട്ടിയതും കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് യൂണിഫോം ഉണ്ടാക്കി. യൂണിഫോം ഉണ്ടാക്കി എല്ലാവരും യൂണിഫോം കൊടുത്ത്. പിന്നെ ഞാൻ ഈ സ്കൂൾ തുടങ്ങിയപ്പോൾ തന്നെ IMS അച്ഛന്മാർ വഴിയായിട്ട് ഞാൻ ഉച്ചഭക്ഷണത്തിൻ്റെ പരിപാടി നടത്തിയായിരുന്നു. ഉച്ചഭക്ഷണം കൊടുക്കുമായിരുന്നു. ഉച്ചഭക്ഷണത്തിൻ്റെ ലാലച്ചിൽ കൊതിയിൽ പിള്ളേർ സ്കൂളിൽ വരികയും ചെയ്യും. ഈ കടലാസ് പെറുക്കി നടക്കുന്ന ഉച്ചയാകുമ്പോൾ ഇവിടെ വന്ന് ഭക്ഷണവും കിട്ടും, പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ക്ലാസ് റൂമുകൾ ഈ ചേരിയിലെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാനുള്ള ഒരു വിശാല. ഏത് സ്കൂളാണത്? സെന്റ് തെരേസ കോൺവെന്റ് സ്കൂൾ ഗാസിയാബാദിലെ സെന്റ് തെരേസ കോൺവെന്റ് സ്കൂളാണ് ഇംഗ്ലീഷ്. സിസ്റ്റർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു വലിയൊരു സാമൂഹിക പരിവർത്തനത്തിന്റെ സാധ്യതകൾ വളരെ ബുദ്ധിപരമായിട്ടും വളരെ സമർപ്പണ ബോധത്തോടെ ഉപയോഗിച്ചതിന്റെ കഥയാണ്. അതായത് തെരുവിൽ ഇങ്ങനെ ആർട്ടിക്കസായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുട്ടികളെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരെ പുതിയൊരു ഓപ്പൺ സ്കൂൾ സമൂഹ നിർമ്മിതിയുടെ തുടർച്ചയായിരുന്നു. ജില്ലയുടെ സപ്പോർട്ട് അല്ല, ഞാൻ നാഷണൽ ഓപ്പൺ സ്കൂളിന്റെ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ അക്രഡിറ്റേഷൻ വാങ്ങിച്ചു നോയിഡയിൽ, അതിന്റെ ഹെഡ് ഓഫീസ്. അവിടുന്ന് അല്ലെങ്കിൽ നമ്മൾ വെറുതെ പിള്ളേരെ പഠിപ്പിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാന്ന് വിട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. ഏതൊക്കെ ക്ലാസ്സുകൾ നടത്തി? 1 മുതൽ 10 വരെ. ടീച്ചേഴ്സിനൊക്കെ ഞാൻ ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ
സാലറി തരും. അതായത് നമ്മുടെ സഭയുടെ ഒരു സാമൂഹ്യ സേവനത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ്. ആ. അതായത് സഭ ആ, പണമുള്ള ആളുകളെ മാത്രം കേറ്റർ ചെയ്യുന്നു എന്നൊരു ആക്ഷേപം പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാകുമ്പോഴും അതേ സാധ്യതകൾ പണമില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്കും കൂടെ വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ഒരു നേർചിത്രമാണ് സിസ്റ്റർ. അതായത് സിസ്റ്റർ പറയുന്നത് ഇപ്പൊ CMC സഭയുടെ ഗാസിയാബാദിലുള്ള സെന്റ് തെരേസാസ് കോൺവെന്റ് സ്കൂളിലെ ടീച്ചർമാരെ കൊണ്ട് ആ ടീച്ചർമാരല്ല, പിന്നെ ആ ടീച്ചർമാർ ഉച്ചയാവുമ്പോ ഇറങ്ങിപ്പോകൂല. ആ. ആ കുട്ടികളും ടീച്ചർമാരും ഇറങ്ങുമ്പോഴേക്ക് ഈ കുട്ടികൾ കയറി വരും. ഈ കുട്ടികൾ ആ സ്കൂളിലാണ് ആ സ്കൂളിലെ ക്ലാസ് റൂം ആ സ്കൂളിലെ ക്ലാസ് റൂം വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ട് വേറെ ടീച്ചേഴ്സ്, ആ ടീച്ചേഴ്സിനെ എവിടുന്ന് കിട്ടി? ആ ടീച്ചേഴ്സിനെ വില്ലേജുകളിൽ നിന്ന് നമ്മൾ വേറെ റിക്രൂട്ട് ചെയ്തു. ഒരു BA പഠിച്ചൊക്കെ ജോലി കിട്ടാതെ നിൽക്കണവരൊക്കെ ഉണ്ടല്ലോ, Okay. അവരെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കുറച്ച് ഇത്ര ഇംഗ്ലീഷ് മീഡിയത്തിന്റെ സാലറി ഇല്ല, കുറച്ച് സാലറി കൊണ്ട് നമ്മൾ 1 മണി തുടങ്ങി 5 മണി വരെ ക്ലാസ്സുകൾ നടത്തും. ഓപ്പൺ സ്കൂൾ നടത്തുന്നു. ഓപ്പൺ Same സ്കൂൾ school. സെയിം ക്ലാസ് നടക്കുന്നുണ്ടോ? ഇപ്പോഴും നടക്കുന്നുണ്ട്. എത്ര കുട്ടികളുണ്ട് ഇപ്പൊ? ഇപ്പൊ 300 ചില്ലാനുണ്ട്. ഞാൻ ഉള്ളപ്പോ ഈ കൊറോണയോട് കൂടി കുറച്ച് കുറഞ്ഞായിരുന്നു. പിന്നെ ഓരോരുത്തരുടെയും അപ്രോച്ചിന്റെ ഒക്കെ ഇച്ചിരി അവരൊക്കെ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും തുടർ പഠനം നടത്തുന്നു. പഠനത്തിന് എയർ ഹോസ്റ്റസ് വരെ ആയിട്ടുണ്ട്, ടീച്ചർ ആയിട്ടുണ്ട്, ഏതാ ഈ, ഹോം നേഴ്സസ് ആയിട്ടുണ്ട്, ലാബിൽ ചെയ്യുന്നുണ്ട്, ടൈലറിങ്, ബ്യൂട്ടീഷ്യൻ. അച്ഛാ വളരെ വളരെ നിലവിളിൽ അവർ വളർന്നു ഉയർന്നിട്ടുണ്ട്. അവര് ഇപ്പോഴും എൻ്റെ അടുത്ത് കോണ്ടാക്ട് ഉണ്ട്. ആ പിള്ളേര് ആ സ്കൂളിൽ ഇപ്പോഴും തന്നെ IMS അച്ഛന്മാർ ഇതിന് നല്ല എനിക്ക് ഫാദർ ജോസൻ തരകൻ എന്ന് പറഞ്ഞ അച്ഛൻ ഉച്ചഭക്ഷണത്തിനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഭക്ഷണത്തിന് പൈസ തരുമ്പോൾ ഇച്ചിരിയൊക്കെ പൈസ ബാക്കി വരുന്നത് ഞാൻ അച്ഛന് തിരിച്ചു കൊടുക്കുമായിരുന്നു. അച്ഛന് തിരിച്ചു വരുന്നതൊക്കെ കൂട്ടി വെച്ച് അച്ഛൻ എനിക്ക് എന്തും ജയിക്ക് വേണ്ട. അപ്പം ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് ബാഗ്, അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലെ പിള്ളേർ വന്ന പോലെ തന്നെ എൻ്റെ കുട്ടികളും വന്നോന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവർക്കും ബാഗും ഷൂസും ഞാൻ എല്ലാം റിബൺ ഹെയർ ബാൻഡ് മുതൽ അവർക്കും മേടിക്കും. അതിപ്പോൾ അതിൻ്റെ ലാഭത്തിൽ നിന്നൊക്കെ ഇവർക്കും മേടിക്കും. ഇച്ചിരി കുറഞ്ഞതായിരിക്കും, എന്നാലും ഇവരും അതുപോലെ തന്നെ വന്ന കാണുമ്പോൾ നമുക്ക് കൊതി വരും. പിന്നെ അവരും കണ്ടുപഠിക്കുകയാണ്. കണ്ടുപിടുത്തം ചാവറപ്പിതാവ് പറഞ്ഞില്ലേ, കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തം ഇംഗ്ലീഷ് മീഡിയത്തിനെ കണ്ട് ഈ ജുഗിയിലെ കൊച്ചുങ്ങൾ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ സിസ്റ്റേഴ്സും കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇത് കണ്ട് എനിക്ക് പുറത്തുള്ള സ്കൂളുകാരും സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ടീച്ചേഴ്സും അവരുടെ പിള്ളേർ ഇവരെ പഠിപ്പിക്കാനൊക്കെ വരും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആദ്യ കാലങ്ങളിൽ ഞാൻ ഒത്തിരി അന്വേഷിച്ചു കൊടുന്നു. എനിക്ക് പേടിയായിരുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചോദിച്ചാൽ കിട്ടുമോ അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങളുടെ പ്രൊവിൻഷ്യലും എല്ലാം വളരെ ഇതായിരുന്നു. ഇത് എൻ്റെ ഈ അഭിപ്രായത്തെ സ്വീകരിക്കാനും ഈ ക്ലാസ് റൂം ഇംഗ്ലീഷ് മീഡിയം തുറന്നു തരാനും എല്ലാം വളരെ ഒരു സിസ്റ്റർ ആ ഒരു സാഹചര്യം കണ്ട് അപ്പൊ സിസ്റ്ററിന് തന്നെ ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ ആണ്. അതെ, ഇങ്ങനെ ചെയ്യാം, ഈ മക്കളെ ഒരുമിച്ച് ചേർത്ത് പഠിപ്പിക്കാം. അപ്പൊ ഈ കുട്ടികളെ എങ്ങനെ കളക്ട് ചെയ്ത് ഈ വില്ലേജുകളിൽ പഠിക്കാതിരുന്ന കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തു? ഞങ്ങള് സർവേ ചെയ്ത് കണ്ടുപിടിച്ചു. നിങ്ങൾ അപ്പൊ പല മണികളും ഇതിന്റെ പുറകെ നടത്തി സർവേ ചെയ്ത് വില്ലേജ് ടു വില്ലേജ് സർവേ ചെയ്ത് പഠിക്കാതിരിക്കുന്ന എല്ലാ കുട്ടികളും, ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് പഠിക്കാത്തവര്, ഈ കടലാസ് പറക്കി നടക്കണവര്, പിന്നെ പാത്രം ഹോട്ടലുകളിൽ പാത്രം കഴുകണവര്, വർക്ക്ഷോപ്പുകളിൽ ഈ കരി തോച്ചൊക്കെ നടക്കണ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള, പിന്നെ വള ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട്, വള ഉണ്ടാക്കുന്ന പിള്ളേര്, അങ്ങനെയുള്ള പിള്ളേരെയൊക്കെ അവരോട് പറയും നിങ്ങൾ ചെയ്തോ, പക്ഷെ പഠിക്കുകയും ചെയ്തു. ഉച്ച വരെ ജോലി ചെയ്തു. ഓപ്പൺ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ പ്രായം എത്രയും പല പ്രായമുണ്ട്, വലിയ പ്രായമുള്ളവരുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നിങ്ങളും ഈ 1ാം ക്ലാസ്സിൽ വരും. വലിയ പിള്ളേരും അത്രയും പ്രായമുള്ളവർ ഉൾപ്പെടെ വരുന്നുണ്ട് അല്ലേ സിസ്റ്റർ? മാതാപിതാക്കളെ കുറിച്ചും കുടുംബാംഗങ്ങളെ കുറിച്ചും, എവിടെയാണ് വീട്, ഇടവക, ഒന്ന് പറയാം. എറണാകുളം അങ്കമാലി അതിരൂപതയില് ആയിത്തുവടി ഇടവകയില് മണിയച്ചേരി കുടുംബത്തില്. മണിയഞ്ചേരിയാണ് വീട്ടുപേര്. മണിയച്ചേരി. പീറ്റർ മണിയച്ചേരി. വീട്ടില് എനിക്ക് ഞങ്ങള് 6 മക്കളില് മൂത്തയാളാണ് ഞാൻ. 3 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്. എല്ലാവരും കല്യാണം കഴിച്ച് അവര് എല്ലാം സന്തോഷമായിട്ട് കഴിയുന്നു. മാതാപിതാക്കൾ 2 പേരും ഇല്ല. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമായി. അപ്പം മരിച്ചിട്ട് 11 വർഷമായി. എന്തായാലും അപ്പനും അമ്മയും ഈ ഒരു സമർപ്പണ ജീവിതത്തിന്റെ മേഖലകളെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ഈ ബാല്യമൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ മൂത്തയാളെന്നുള്ള രീതിയിൽ കുടുംബത്തിലെ ബാക്കി എല്ലാവരെയും വളർത്തിക്കൊണ്ട് വന്ന ഒരു കാലമുണ്ടല്ലോ. ഇളയത്തങ്ങളെ എല്ലാം പള്ളിയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലമുണ്ടല്ലോ. ആ ഒരു കാലത്ത് ഈ വിശ്വാസം എങ്ങനെയാണ് വീട് വിട്ടുപോകാൻ പ്രചോദിപ്പിച്ചത്? വല്ലം ഇടവകയായിരുന്നു ആദ്യം ഞാൻ കൊച്ചായിരുന്നപ്പോ. വല്ലം എന്ന് പറയുന്നത് അമ്മ ത്രേസ്യയുടെ, അതൊരു പ്രശസ്തമായ ഇടവക.
അത് ഒരു മണിക്കൂറോളം നടക്കണ, ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം പള്ളിയിൽ പോകാനുണ്ട്. എനിക്ക് ഈ പള്ളിയിൽ പോകാനൊക്കെ ഭയങ്കര ചെറുപ്പത്തിൽ മുതൽ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകും. ക്ലാസ് ഇല്ലാത്ത ദിവസം ശനിയാഴ്ച ഞാൻ തന്നെ പള്ളിയിൽ പോകണേ. തന്നെ പള്ളിയിൽ പോകുമ്പോൾ അമ്മയും അപ്പനൊക്കെ പറയും പള്ളിയിൽ പോകണ്ട, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. പല പട്ടിയും പിടിച്ച് കടിക്കുന്നു പറയും ഇടവഴി കൂടെ പോകുമ്പോൾ. ഈ തെരുവുനായ പ്രശ്നം വളരെ സജീവമായിരുന്നു വല്ലം ഏരിയയിൽ. വല്ല അപ്പം ഞാൻ എന്നാലും പള്ളിയിൽ പോകും. ചില പോകുമ്പോൾ ആൾക്കാർ തിരിച്ചു വരണ്ടാവും കുർബാന കഴിഞ്ഞ്, എന്നാലും ഞാൻ പോകുമായിരുന്നു. പോയി കുർബാന മുഴുവൻ കൂട്ടിയിട്ടില്ലെങ്കിലും പോകുമായിരുന്നു കുർബാനയ്ക്ക്. അങ്ങനെ ഒരു പള്ളിയിൽ പോകണം, കുർബാനയ്ക്കും ഒരു ഭക്തമായ ഒരു ജീവിതം നയിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സിസ്റ്റർ ആവണമെന്ന്. പിന്നെ വീട്ടിലെ മൂത്തയാളെന്നുള്ള നിലയിൽ കുട്ടികളെ നോക്കുക പരിപാടിയാണ് എനിക്ക് കൂടുതലായിട്ടും. വീട്ടിൽ ജോലിയൊന്നും അധികം ഈ കുഞ്ഞുങ്ങളെ അനിയന്മാരെയും എല്ലാരും ആയതിനു ശേഷമാണോ സിസ്റ്റർ ആകാൻ പോയത്? അതെ എല്ലാവരും. അപ്പം അത്രയും പേരെ നോക്കി ഇതിന്റെ ഒരു പിൻപരിചയം ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരുപക്ഷെ കൂടുതൽ ഗുണകരമായിട്ടുണ്ടാവും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. വീട്ടിലിങ്ങനെ ഒരു ലീഡറായിട്ട് പിന്നെ ആരാണ് ഈ നിർബന്ധിക്കുന്നത്? അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയിൽ ഒരു കന്യാസ്ത്രീ ആകാനായിട്ട് ഒരു പെൺകുട്ടി തീരുമാനിക്കുമ്പോൾ അവളെ നേർച്ച വെച്ചതാണെന്നും അമ്മയുടെ അപ്പന്റെ നേർച്ചയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. സിസ്റ്ററിന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം ആരാണ് ഈ നിർബന്ധിക്കുന്നത്? ഇത് ജീവിതം കൊടുക്കണം, ഒരു സിസ്റ്റർ ആവണം, ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊടുക്കണമെന്ന് ആരാണ് നിർബന്ധിക്കുന്നത്? ആരാ വിളിക്കുന്നത്? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. എന്താണ് അങ്ങനെ ഒരു പ്രചോദനത്തിന്റെ കാരണം? നമുക്കിത് മറ്റൊരാളെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ പറ്റുക? എനിക്ക് സിസ്റ്റർ ആവണം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം, പ്രാർത്ഥിക്കണം, നന്മ ചെയ്യണം. അപ്പൊ ഈ വിവാഹ ജീവിതം, കുടുംബം, അപ്പനെ അമ്മയും പോലെ 5-6 മക്കൾ, ഇതൊക്കെ ഒരു സ്വപ്നമല്ലേ ഒരു പെൺകുട്ടിയുടെ ആ ഒരു സമയത്ത്? എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട്. എൻ്റെ അമ്മ എപ്പോഴും വീട്ടുപണി. അമ്മയുടെ വീട്ടിൽ പോലും പോകാൻ അമ്മയ്ക്ക് സമയമില്ല. ജോലി കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അമ്മയ്ക്ക് സമയമില്ല. അപ്പനും ഇല്ല സമയം. അവർക്ക് ആർക്കും ഒരു സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ. അപ്പം അങ്ങനെ പോരാ, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആവേശം എൻ്റെ മനസ്സിൽ. ആവേശമാണോ ഒരു സമർപ്പണ ജീവിതം? അതാണ് ദൈവവിളി എന്ന് പറയുന്നത്. അതെ, ഒരിക്കലും തോരാത്ത ഈ ഒരു ആവേശം ഇനിയും കത്തിജ്വലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് സിസ്റ്റർ ജയയ്ക്ക് എല്ലാ നന്മകളും ആശംസിക്കാം. ഇത് കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ സമർപ്പിത വഴികളുടെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇനിയും ആയിരങ്ങൾ ഈ ഒരു സമർപ്പിത വഴികളിലേക്ക് കടന്നു വരും എന്നുള്ളതിന്റെ ഒരിക്കലും പറ്റാത്ത ഉദാഹരണം കൂടിയാണ് സിസ്റ്റർ ജയ പീറ്റർ. വീണ്ടും സമർപ്പിത വഴികളുടെ സുന്ദരമായ മറ്റൊരു ആവിഷ്കാരവുമായി ഈ വേദിയിൽ നമുക്ക് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നൊക്കെ പറഞ്ഞാലും അതൊരു റിമോട്ട് ഏരിയ തന്നെയാണ്. ഞങ്ങളൊക്കെ അവിടെ ചെല്ലണ സമയത്ത് തനി കാടായിരുന്നു. കൊയ്ത്തൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ കരിമ്പാണ് മെയിൻ കൃഷി. അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് ഈ പിള്ളേരാണ് പോണേ കൊയ്ത്തിനും കരിമ്പ് വെട്ടാനും